പരമാധികാരം എന്നുള്ള വിഷയം ആ, ലഭിക്കുന്ന സമയങ്ങളൊക്കെയും ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കാരണം അടുത്ത ശനിയാഴ്ച ആ, ഈ 22-ാം തീയതി കോട്ടേജ് മീറ്റിംഗ്, 29ന് താങ്ക്സ് ഗിവിങ് ഡിന്നർ. പിന്നെ ദൈവം എന്ന് വെച്ചാൽ ഞാൻ നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. മടങ്ങി വന്ന ശേഷം മറ്റൊരു ദൈവം അനുവദിക്കുന്ന സമയങ്ങളിൽ മറ്റൊരു ലേഖനം നമുക്ക് ധ്യാനിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിൻ്റെ പരമാധികാരം ആ വിഷയത്തെ അടിസ്ഥാനമാക്കി നാം ചില കാര്യങ്ങൾ ചിന്തിച്ചു. അനേക കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇനിയും ചിന്തിക്കാനുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചു വരുന്ന ഈ വിഷയത്തോടെ ഈ ഒരു ടോപ്പിക്ക് തീർക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇപ്പോൾ നാം ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ രക്ഷയും എന്നുള്ളതാണ്. സോവറിനിറ്റി ഓഫ് ഗാഡ് ഇൻ മാൻസ് സാൽവേഷൻ. തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 6-15 നമ്മൾ കർത്താവിൻ്റെ ഈ പരമാധികാരത്തെപ്പറ്റി നാം പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു വാക്യം, അത് ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഹീ ഹൂ ഈസ് ദ ബ്ലസ്സഡ് ആൻഡ് ഓൺലി സോവറിൻ. അത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അവിടുന്ന് മാത്രമാണ് പരമാധികാരി എന്നാണ് പറയുന്നത്. അവിടുന്ന് മാത്രമാണ് പരമാധികാരി. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇയ്യോബ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്, നിനക്ക് സകലതും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഭക്തനായ ഇയ്യോബ് പറയുന്നത്. നിനക്ക് സകലതും കഴിയും, നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ കുറിക്കൊള്ളേണ്ടതായ ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാടാണ്. ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം അവിടുന്നാണ് അൾട്ടിമേറ്റ് അതോറിറ്റി. ഹീ ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി. ഹീ ഈസ് ദ കൺട്രോളർ. ഹീ ഈസ് ദ ഓഥർ ആൻഡ് ഓവറോൾ ഡെസ്റ്റൈനർ ഓഫ് എവ്രിതിങ് വി സീ ഓർ ദാറ്റ് ഈസ് അൺസീൻ. അതായത് കാണുന്നതും കാണാത്തതായിട്ടുള്ള സകലത്തിൻ്റെയും അധികാരിയും നിയന്ത്രിതാവും ഉപജ്ഞാതാവും ഉടമസ്ഥനും സർവോപരി സകലത്തെയും മുൻനിർണയിച്ച് തൻ്റെ ഉദ്ദേശത്തിനായി നിയമിക്കുന്നവനും അവിടുന്നാണ്. ഈ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഈ ഒരു ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. മനുഷ്യൻ്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മെ രക്ഷിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചിന്ത. ഒരു ഡെഫിനിഷനായിട്ട് ദൈവത്തിൻ്റെ പരമാധികാരത്തെപ്പറ്റി പറയുമ്പോൾ പലവട്ടം പറഞ്ഞിട്ടുള്ളത്, നത്തിങ് ഹാപ്പൻസ് വിത്തൗട്ട് ഗാഡ് വില്ലിങ് ഇറ്റ് ടു ഹാപ്പൻ, വില്ലിങ് ഇറ്റ് ടു ഹാപ്പൻ ബിഫോർ ഇറ്റ് ഹാപ്പൻസ്, വില്ലിങ് ഇറ്റ് ടു ഹാപ്പൻ ഇൻ ദ വേ ദാറ്റ് ഇറ്റ് ഹാപ്പൻസ്. ഒന്നും തന്നെ ദൈവം ഇച്ഛിക്കാതെ സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ താൻ ഇച്ഛിക്കുന്നു. സംഭവിച്ചത് ആ നിലയിൽ സംഭവിച്ചത് താൻ ഇച്ഛിച്ചതിനാലാണ്. ഇത് ഏതൊരു ഉപദേശവും പോലെ നമുക്ക് മനസ്സിൽ ഇതൊരു വെളിപ്പാടായി ലഭിക്കണം. അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ദൈവം പരമാധികാരിയാണെങ്കിൽ എന്തുകൊണ്ട് ഈവിൾ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഈ വിഷയം സംഭവിക്കുന്നു, ആ വിഷയം സംഭവിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ദൈവവചനം വെളിപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചുള്ള പഠനമാണ് നാം ചെയ്യുന്നത്. പലപ്പോഴും ദൈവത്തെക്കുറിച്ച് ഉള്ള പഠനത്തിൽ നമ്മുടെ അപര്യാപ്തതയാണ് ദൈവത്തിൻ്റെ വെളിപ്പാട് മനസ്സിലാക്കാതെ പോകാനുള്ള പ്രധാന കാര്യം. കാരണം മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ദൈവത്തെ മുഴുവനുമായി ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നത് സ്വർഗത്തിൽ ചെല്ലുമ്പോഴും നാം പൂർണ്ണരാകുമ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. കാരണം നാം അന്നേരവും ആരാണ്? സൃഷ്ടി മാത്രമാണ്. ദൈവമാണ് സൃഷ്ടാവ്. അപ്പോൾ സൃഷ്ടിയെ എപ്പോഴും സൃഷ്ടാവിൻ്റെ കീഴിൽ മാത്രമേ ഉള്ളൂ. നാം പൂർണ്ണരായി എന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ ആ പരിപൂർണത നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാവുന്നതിനും അപ്പുറമാണ്. ഇതിനെക്കുറിച്ചാണ് ദൈവവചനത്തിൽ 55-ാം അധ്യായം 8-ാം വാക്യത്തിൽ യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്നെ പറയുകയാണ്, അതായത് ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠനെന്ന് ദൈവം
ഒരാളെക്കുറിച്ച് പറയുകയാണെന്നിരിക്കട്ടെ, ഏറ്റവും ഭക്തനാണ്. ആ ഭക്തനെ നോക്കിയും ദൈവം പറയുന്നത്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഇതാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത്. ഈ വലിപ്പമുള്ള, ഈ പരമാധികാരിയായ, ഈ പരിപൂർണനായ, അപ്രമേയനായ ഈ ദൈവം നമ്മെ രക്ഷിച്ചു എന്നുള്ളതാണ് നാം കഴിഞ്ഞ ചില നാളുകൾ കൊണ്ട് ചിന്തിച്ചു വരുന്നത്. അതിൽ നമ്മെ രക്ഷിച്ചപ്പോൾ നമുക്ക് രക്ഷ അനുഭവവേദ്യമായി. നാം ദൈവസന്നിധിയിൽ ഇപ്പോൾ ദൈവമക്കളാണെന്നുള്ള ബോധ്യം നമുക്ക് ലഭിച്ചു. നമ്മെ ഇപ്പോൾ ദൈവം നടത്തുന്ന പാത വിശുദ്ധീകരണത്തിൻ്റെ പാതയാണെന്നും നമുക്ക് മനസ്സിലായി. എന്നാൽ രക്ഷിക്കപ്പെട്ട സമയത്ത് പല കാര്യങ്ങളും നമുക്ക് അറിവില്ലായിരുന്നു, അല്ലേ? നമ്മെ രക്ഷിച്ചു എന്നുള്ളത് മാത്രമേ നമുക്കറിയുള്ളൂ. ദൈവം നമ്മെ രക്ഷിച്ചു. എല്ലാ കാര്യങ്ങളും അറിഞ്ഞ ശേഷമല്ല നാം രക്ഷിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ട ശേഷമാണ് ദൈവവചനം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിക്കുന്ന ഒരു സഭയുടെ ഭാഗമായി വരുമ്പോൾ അവിടെയുള്ള ദൈവവചന പഠനത്തിലൂടെ, കൂട്ടായ്മയിലൂടെ പല കാര്യങ്ങളും നമുക്ക് തെളിവായി വരികയാണ്. ഓ, ദൈവം ഇങ്ങനെയാണ് എന്നെ രക്ഷിച്ചതല്ലേ എന്നുള്ള കാര്യം. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് എനിക്ക് പാപിയാണെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. പാപത്തിൽ നിന്നും ദൈവം തൻ്റെ പുത്രനെ രക്ഷകനായി ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ള ഇത് ഇത്രയും ബോധമേ ഉള്ളൂ. മിക്കവാറും ഇത്രയും ബോധ്യമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. പക്ഷെ പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ദൈവവചനത്തിൽ ലേഖനങ്ങളിലൂടെ കൊടുത്തിരിക്കുന്നത് വീണ്ടും നമ്മൾ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ, ദൈവസഭ ദൈവദാസന്മാർ നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അവസാനത്തിൽ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് രക്ഷയോടുള്ള ബന്ധത്തിലുള്ള ചില ഘടകങ്ങളാണ്. ചില ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഇൻ സാൽവേഷൻ. ഇപ്പോൾ രക്ഷ എന്ന് പറയുമ്പോൾ നാം ഒറ്റ വാക്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ആ രക്ഷയ്ക്ക് 3 സ്റ്റേജസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം, അല്ലേ? രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. അതിനെക്കുറിച്ച് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നീതീകരിച്ചു, വിശുദ്ധീകരിക്കുന്നു, തേജസ്കരിക്കും, അല്ലേ? ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. അപ്പോൾ ചില വാക്കുകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ച് വന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മളത് തുടങ്ങി. ഒന്നാമത് നമ്മൾ ഇത് ഓർഡറിലല്ല ചിന്തിക്കുന്നത്. ഏകദേശം 18ഓളം വൊക്കാബുലറീസ്, വേർഡ്സ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവവേദ്യമാകുന്ന, പക്ഷേ രക്ഷിക്കപ്പെട്ട സമയത്ത് ഇതൊന്നും നമുക്കറിയത്തില്ല. എനിക്കറിയത്തില്ല നീതീകരണം എന്താണെന്ന്, എനിക്കറിയത്തില്ല. പലർക്കും അറിയാൻ സാധ്യത കുറവാണ്. രക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം അത് ആന്തരികമായി നടന്ന ഒരു രൂപാന്തരത്തിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം മാത്രമാണ് ഏകരക്ഷകൻ, ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ എന്നുള്ള വെളിപ്പാടിൽ നാം അവിടുത്തെ ആ രക്ഷണീയ ദൂതിൻ്റെ മുമ്പിൽ സമർപ്പിതരായി നാം ദൈവമക്കളായി. നമുക്കറിയാം നാം ദൈവമക്കളായി എന്നറിയാം. പക്ഷെ നീതീകരണം എന്നുള്ള കാര്യം അതിനിടയിൽ നടന്നു. ഉയരത്തിൽ നിന്നുള്ള ജനനം നടന്നു, അല്ലേ? വീണ്ടും ജനനം നടന്നു. ഇതൊക്കെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ട ചില കാര്യങ്ങളാണ്, അനുഗ്രഹങ്ങളാണ്. കാര്യങ്ങളല്ല, അനുഗ്രഹങ്ങളാണ്. ഇതിനെക്കുറിച്ചാണ് വൊക്കാബുലറീസ് എന്നുള്ള രീതിയിൽ ഞാനിവിടെ പറയുന്നത്. ഒന്നാമത്തെ റിപ്പൻറ്റൻസ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് തുടങ്ങി. റിപ്പൻറ്റൻസ് ഉള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ടേൺ അറൗണ്ട്, ചേഞ്ച് ഓഫ് മൈൻഡ്, മനസ്സിനുള്ള അന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിനുള്ള അന്തരം. ഈ മാനസാന്തരം എന്നുള്ള വിഷയം പിന്നെ മനസ്സിലാക്കുമ്പോൾ ഈ കുറ്റബോധവുമുണ്ട്, പാപബോധമുണ്ട്. കുറ്റബോധമുണ്ട്, പാപബോധമുണ്ട്. കുറ്റബോധം എന്ന് പറഞ്ഞാൽ എന്തുവാ? റിമോഴ്സ്, അതായത് ഒരു കാര്യം തെറ്റായി പോയി എന്നുള്ള ഒരു അതാണ് ഈ യൂത കാണിച്ചത്. യൂതയ്ക്ക് മനസ്സിലായി ഇത് കാര്യം തെറ്റിപ്പോയി. പുള്ളി ഉദ്ദേശിച്ചതല്ല നടന്നത്, പുള്ളി പ്രതീക്ഷിച്ചതല്ല. പുള്ളി അദ്ദേഹം വിചാരിച്ച പല വിചാരങ്ങളുണ്ടാകാം. പക്ഷേ അവിടെ കർത്താവ് പറയുന്നത്, വചനത്തിൽ പറയുന്നത് അവൻ്റെ ഉള്ളിൽ പിശാച് കയറിയെന്ന് തന്നെയാണ്. പക്ഷെ അവനൊരു മാനസാന്തരമല്ല ഉണ്ടായത്, അവന് പാപബോധമല്ല ഉണ്ടായത്, ചെയ്ത പ്രവൃത്തിയോടുള്ള ബന്ധത്തിലുള്ള ഒരു റിമോഷൻ. അത് മിക്കവാറും തെറ്റ് ചെയ്യുന്നവർക്കുള്ളതാണ് കുറ്റബോധം. പക്ഷെ പാപബോധം എന്ന് പറയുന്നത് അവസ്ഥയെ തിരിച്ചറിഞ്ഞുള്ള റിമോഴ്സാണ്. അതായത് ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യത്തിൽ മാത്രമേ ആ പാപത്തെക്കുറിച്ചുള്ള ബോധം വരികയുള്ളൂ, റിപ്പൻറ്റൻസ് വരികയുള്ളൂ. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. സുവിശേഷത്തിനകത്ത് ഉള്ള ദൂതിൽ മനുഷ്യൻ പാപിയാണെന്നുള്ള ആ ഒരു അസുഖകരമായ സന്ദേശവും ഉണ്ട്. പലപ്പോഴും അതങ്ങ് മറച്ചു വെക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് മറച്ചുകൊണ്ട് എന്ത് പ്രയോജനമാണ്? ഒരുവനെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ, ഞാനൊരു ഡോക്ടറാണ്, ഡയഗ്നോസ് ചെയ്യുമ്പോൾ അവനെ വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവൻ്റെ ആക്ച്വൽ ഡയഗ്നോസ് അല്ല കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് വല്ല പ്രയോജനമുണ്ടോ?
ഇല്ല. അവൻ്റെ ആക്ച്വൽ ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യൻ്റെ ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പാപിയാണെന്നുള്ളതാണ്. ഈ പാപിയാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് പാപബോധം വരത്തില്ല. അവൻ്റെ ഉള്ളിൽ ആ പാപിയാണെന്നുള്ള ബോധ്യം വരണമെങ്കിൽ ആത്മാവ് അവൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചേ മതിയാവുള്ളൂ. അപ്പോഴാണ് കേട്ട വചനത്തോട് അവൻ പ്രതികരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു തിരിവാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അത് ടേണിങ് ഫ്രം സിൻ ടുവേർഡ് ഗോഡ്. അത് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തലപ്രവൃത്തി 20:21 നമ്മൾ വായിച്ചതാണ്. പെട്ടെന്ന് വായിച്ചു പോവാം. ഇന്ന് ഈ പഠനം നമുക്ക് പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരണമല്ലോ. Acts of the Apostles chapter 20 verse 21. Repentance toward God. അപ്പോൾ എന്തുവാ? സ്വയത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കുള്ള തിരിവ. സ്വയം ആരാണ്? പാപിയാണ്. അപ്പോൾ പാപത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കുള്ള തിരിവാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതായത് ഈ പ്രാകൃതമായതിൽ നിന്നും ആത്മീയമായതിലേക്കുള്ള തിരിവാണ് മാനസാന്തരം. സ്വയത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കുള്ള തിരിവാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അനേക വാക്യങ്ങളുണ്ട്, അത് നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു പോകാം. മത്തായി 9:13, അപ്പോസ്തലപ്രവൃത്തി 17:30, അപ്പോസ്തലപ്രവൃത്തി 26:20. ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദദേശത്തുള്ളവരോട് പിന്നെയും ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ്. അപ്പോൾ മാനസാന്തരത്തിലൂടെ സംഭവിക്കുന്ന കാര്യം ഒരുവൻ ടേണിങ് ഫ്രം സെൽഫ് ടു ഗാഡ് എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ വാക്കായിട്ട് നമ്മൾ രക്ഷയുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുന്നത്. ഞാൻ വീണ്ടും പറയട്ടെ, ഓർഡറിലല്ല പറയുന്നത്. 2, ഫെയ്ത്ത് എന്നുള്ള കാര്യമാണ്, വിശ്വാസം എന്ന് പറയുന്നത്. അത് ടേണിങ് ടു ദ സേവിയർ. വിശ്വാസം എന്നുള്ള വാക്കിന് പ്രാഥമികമായ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ ദൈവത്തെ തന്നെ കടന്ന് ആശ്രയിക്കുന്നതാണ്. അപ്പം ഇവിടെ രക്ഷാകരമായ വിശ്വാസം, ഫെയ്ത്ത് ദാറ്റ് ലീഡ്സ് ടു സാൽവേഷൻ എന്ന് പറയുന്നത്, ഞാൻ പാപിയാണെന്നും പാപത്തിൻ്റെ ശിക്ഷ മരണമാണെന്നും പാപത്തിന് പരിഹാരം ദൈവം ഒരുക്കിയെന്നും, ആ ഒരുക്കിയ ആ ദൈവത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് തൻ്റെ പുത്രനായ യേശു കർത്താവാണ്. ആ പുത്രൻ ആ പ്രവൃത്തി തികച്ചെന്നും അതിൽ ഞാൻ വിശ്വസിക്കുകയാണ്. അതാ രക്ഷാകരമായ വിശ്വാസം, ഫെയ്ത്ത് ദാറ്റ് ലീഡ്സ് ടു സാൽവേഷൻ. അത് അപ്പോസ്തലപ്രവൃത്തി 20:21 നമ്മൾ മുമ്പ് വായിച്ചതാണ്. മാനസാന്തരത്തിലേക്കുള്ള കാര്യമായിട്ട് അവിടെ പറഞ്ഞത് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, പിന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. എഫെസ്യർ 2:8-9 പറഞ്ഞിരിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പം കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു, അത് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ പ്രവൃത്തികളൊന്നും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, രക്ഷയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ദാനമായി ലഭിച്ച വിശ്വാസം, ദാനമായി ലഭിച്ച കൃപ, ദാനമായി ലഭിച്ച രക്ഷ, ഫെയ്ത്ത് ദാറ്റ് ലെഡ് അസ് ടു ദ സേവിയർ, സാൽവേഷൻ. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ അങ്ങ് എനിക്ക് വേണ്ടി പകരക്കാരനായല്ലോ എന്ന് പ്രാർത്ഥിക്കത്തില്ലേ? എന്താ ഈ പകരക്കാരൻ എന്ന് പറഞ്ഞാൽ? സബ്സ്റ്റിറ്റ്യൂഷൻ, നമുക്ക് പകരമായി, അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെൻ്റ് എന്നാണ് വചനത്തിൽ നാം കാണുന്നത്. പ്രൊപ്പീഷിയേഷൻ എന്ന് പറയുന്ന അർത്ഥം ദൈവകോപത്തിൻ്റെ ശമനമെന്ന്. പ്രൊപ്പീഷിയേഷൻ അത് അതിലേക്ക് ആ വാക്ക് വരുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരം വയ്ക്കൽ. അതായത് ക്രൈസ്റ്റ് ഡൈയിങ് ഓൺ ദ ക്രോസ് ഓൺ മൈ ബിഹാഫ്. ഞാൻ മരിക്കേണ്ടടുത്ത് കർത്താവ് മരിക്കുക, ഞാൻ മരിക്കേണ്ടടുത്ത് കർത്താവ് മരിക്കുകയാണ്. അതായത് എനിക്ക് പകരമായി കർത്താവ് മരിച്ചു. തിരുവെഴുത്ത് മനുഷ്യരെ കുറിച്ച് പറയുന്നത് എന്താ? എല്ലാ മനുഷ്യരും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു, അല്ലേ? റോമാലേഖനം 3-ാം 9-18 വരെ, പിന്നെ 23-ാമത്തെ വാക്യോട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എല്ലാ മനുഷ്യരും, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ആരുമില്ല,
പിന്നെ എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ പ്രകൃതം. മനുഷ്യൻ ദൈവസന്നിധിയിൽ ഇതാണ്. ദൈവം പരിശുദ്ധനാണ്. അപ്പോൾ പെനൽറ്റി ഓഫ് അവർ സിൻഫുൾനെസ് ഇസ് വാട്ട്? ഡെത്ത്, ഇറ്റേണൽ ഡെത്ത്. അപ്പോൾ റോമൻ 6:23 പറഞ്ഞു, ഫോർ ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. അപ്പോൾ അതുകൊണ്ട് അത് നിന്നില്ല. അതിൻ്റെ മറുഭാഗമുണ്ട്, പാർട്ട് ബി ഉണ്ട്. എന്താണെന്നറിയാമോ? ബട്ട് ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ് ഈസ് ഇറ്റേണൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അവർ ലോർഡ്. ദൈവത്തിൻ്റെ കൃപാദാനമോ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിത്യജീവൻ. അത്രേ. അപ്പൊ ഈ വാക്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. ആ വാക്യത്തിൽ രണ്ട് കാര്യമാണ് ഉള്ളത്. സുവിശേഷത്തിനകത്ത് ഇത് സുവിശേഷം പറയുമ്പോൾ ഈ വാക്യം പ്രധാനമായിട്ട് ഓർക്കാം. ഇതിനകത്ത് രണ്ടുണ്ട്. പ്രോബ്ലം മാത്രമല്ല ഡയഗ്നോസ് ചെയ്തേക്കുന്നത്, സൊല്യൂഷൻ കൊടുത്താണ് പറയുന്നുണ്ട്. പക്ഷേ അവിടെ പറഞ്ഞേക്കുന്ന സൊല്യൂഷൻ ദർ ഇസ് ഓൺലി വൺ വേ. ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അവിടെ പറയുന്നത് വിതൗട്ട് ക്രൈസ്റ്റ് വി ആർ ഗോയിങ് ടു ഡൈ ഇൻ അവർ സിൻസ്. ആ ഡെത്ത് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ജസ്റ്റ് ശാരീരികമായിട്ടുള്ള മരണം മാത്രമല്ല, ഇറ്റേണൽ ഡെത്ത്, നിത്യമരണം. ഈ ഡെത്ത് എന്നുള്ള വാക്കിന് ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താ? സെപ്പറേഷൻ, വേർപാട്. വാട്ട് യു മീൻ ബൈ സെപ്പറേഷൻ? ഇപ്പോൾ ഒരാൾ മരിക്കണം, ഞാനങ്ങ് മരിച്ചുപോയി, അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ എന്നെ വെച്ചോണ്ടിരിക്കുമോ? ഞാൻ പറഞ്ഞു വെക്കത്തില്ലെന്ന് പറഞ്ഞു. ആരാളും വെക്കത്തില്ല അല്ലേ? വി ആർ സെപ്പറേറ്റഡ്. ഇനിയിപ്പോൾ ബോഡി വെച്ചാലും ആൾ പോയില്ലേ? ബോഡി മാത്രമല്ല പിന്നെ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞത് ഡെത്ത് മീൻസ് സെപ്പറേഷൻ. അപ്പം ഇറ്റേണൽ ഡെത്ത് എന്ന് പറഞ്ഞാലോ, ഇറ്റേണലി സെപ്പറേറ്റഡ് ഫ്രം ഗാഡ്. അതാണ് ഏറ്റവും വലിയ ഹെൽ എന്ന് പറഞ്ഞത് അല്ലേ? ഇറ്റേണലി സെപ്പറേറ്റഡ് ഫ്രം ഗാഡ്. സോ വേജസ് ഓഫ് സിൻ ഇസ് ഡെത്ത് എന്ന് പറയുമ്പോൾ വേജസ് ഓഫ് സിൻ ഇസ് ഇറ്റേണൽ ഡെത്ത്. പാപത്തിന്റെ ശമ്പളമോ നിത്യമരണം. എവ്രി വൺ വിൽ ഡൈ അല്ലേ? എല്ലാവരും മരിക്കും. പക്ഷേ ചിലർ കർത്താവിൻ്റെ കൂടെ നിത്യജീവനിൽ ആയിരിക്കും. ചിലർ അൺഫോർച്ചുനേറ്റ്ലി നിത്യമരണത്തിലുമായിരിക്കും. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. തിരുവെഴുത്ത് മാത്രമേ ഇത് പറയുന്നു. മറ്റവരൊക്കെ പറയുന്ന കറങ്ങിക്കൂത്തി എങ്ങനെയും ഒക്കെ ഇങ്ങ് രക്ഷപ്പെടുമെന്ന. നോ, അതല്ല, ഇതാ യാഥാർത്ഥ്യം. പക്ഷെങ്കിൽ ഈ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം പറയുന്നത് എന്താ അറിയാമോ? ദൈവത്തിൻ്റെ ദാനമുണ്ട്. അത് കൃപയാൽ ലഭിച്ച ദാനമാണ്, കൃപാദാനമാണ്. ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ് ഈസ് ഇറ്റേണൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അവർ ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഈ കൃപാദാനം എന്ന് പറയുന്നത് നിത്യജീവനാണ്. നിത്യജീവനാണ്. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് എന്ന് പറയുന്നത്. അതായത് പകരക്കാരനായ പ്രായശ്ചിത്തം. അവിടെ പറയുന്നുണ്ടത് ഗിഫ്റ്റ് ഓഫ് ഗാഡ് ഈസ് ഇറ്റേണൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അവർ ലോർഡ് എന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് died in our place when he was crucified on the cross. കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ ഞാൻ മരിക്കേണ്ടുന്ന മരണമാണ് കർത്താവ് മരിച്ചത്. കർത്താവ് മരിച്ചത് കർത്താവിൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയാണോ? കാരണം ഞാൻ മരിക്കണം. കാരണം വേജസ് ഓഫ് സിൻ ഇസ് ഡെത്ത്. എനിക്ക് പകരമായി കർത്താവ് മരിച്ചു. മാത്രമല്ല, ക്രൈസ്റ്റ് took the punishment of himself in our place. കർത്താവ് ആ പെനൽറ്റി പണിഷ്മെന്റ് ഏറ്റെടുത്തു എനിക്ക് പകരമായി. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കുള്ള 2 ലേഖനം 2 Corinthians chapter 5 verse 21 പറയുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് പാപമാക്കി. Yeah, God made him who had no sin to be sin for us, so that in him we might become the righteousness of God. നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് എനിക്ക് പകരമായി കർത്താവിനെ പാപമാക്കി. പാപിയാക്കിയില്ല, പാപമാക്കി എന്ന് പറഞ്ഞാൽ പാപയാഗമാക്കി. 1 Peter chapter 2 verse 24 പറഞ്ഞിരിക്കുന്നത്,
He himself bore our sins in his body on the tree. അവൻ തന്നെ എന്ത് ചെയ്തു? എൻ്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ കയറി. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? 1 Peter chapter 2 verse 24 എഴുതിയിരിക്കുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്. ചിന്തിച്ചേ പ്രിയമുള്ളവരെ, കർത്താവിനെ അറിയുന്നതിന് മുമ്പേ നാം പാപികളായിരുന്നു. ഇൻഹെറിറ്റൻസിൽ ലഭിച്ച പാപമുണ്ട്, പ്രവൃത്തിയിലുള്ള പാപമുണ്ട്. അവിടുന്ന് ഇത് രണ്ടും എനിക്ക് പകരമായി എന്ത് ചെയ്തു? വഹിച്ചുകൊണ്ടാണ് കയറി. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ഒരു കോസ് വേണോ? ഒരു കാരണം വേണോ? എൻ്റെ പാപം വഹിച്ചുകൊണ്ട് കർത്താവ് ക്രൂശന്മേൽ കയറി. അവൻ്റെ അടിപ്പിണറാൽ എനിക്ക് പാപരോഗത്തിന് സൗഖ്യമുണ്ട്. അതല്ലേ പത്രോസോട് പറയുന്നേ? അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടത് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പകരമായി നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട്, നാം പാപം വഹിച്ചുകൊണ്ട് കയറേണ്ടതാണ്. അപ്പോൾ അതിന് പകരം കർത്താവ് എൻ്റെ പാപം വഹിച്ചുകൊണ്ട് ക്രൂശന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ, by his stripes I am healed now. Hallelujah. 1 Peter chapter 3 verse 18 പറഞ്ഞേക്കുന്ന 6 കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷം ഒരു പ്രാവശ്യം അത് ചിന്തിക്കണം. 6 കാര്യം ആ വേഴ്സ് 18 പറയുന്നുണ്ട്. അവിടെ കണ്ടോ? Christ also died for sins for all. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ട നീതിമാനും നീതികെട്ടവർക്ക് വേണ്ടി. നമ്മുടെ ഒരു ഡെഫിനിഷൻ, നമ്മുടെ ഒരു ടൈറ്റിൽ അവിടെ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, നീതികെട്ടവർ. ഇപ്പോഴല്ല, രക്ഷപ്പെടുന്നതിന് മുമ്പുള്ള ഒരു ടൈറ്റിലാണ്, നീതികെട്ടവർക്ക് വേണ്ടി. സോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പകരം വയ്ക്കൽ, ബദൽ, പകരക്കാരൻ. ക്രിസ്തു എനിക്ക് പകരക്കാരനായി. Christ died on the cross on my behalf. എനിക്ക് പകരമായി കർത്താവ് ക്രൂശിൽ കയറി. എനിക്ക് പകരമായി കർത്താവ് മരിച്ചു. എനിക്ക് പകരമായി കർത്താവ് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യെശയ്യാപ്രവചനം 53:5 നമ്മൾ പലപ്പോഴും കർത്തൃദിനമേശ ആചരിക്കുമ്പോൾ നമ്മൾ വായിക്കാറുണ്ട്. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി. കണ്ടോ? അവൻ്റെ മേലായി. ദ ചേസനിങ് ഓഫ് അവർ വെൽ ബീയിങ് ഫെൽ അപ്പോൺ ഹിം. എനിക്ക് പകരമായി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഹീ ബോർ മൈ സിൻസ്, ഹീ ബോർ മൈ പണിഷ്മെന്റ്. ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് പ്രാവർത്തികമായെന്ന് ചോദിച്ചാൽ, ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. We must place our faith in what Christ did on the cross, because we cannot save ourselves. നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കാൻ കഴിയില്ല. We need a substitute to take our place. അങ്ങനെ തിരുവെഴുത്തിനനുസരിച്ച് കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി നമുക്ക് സൗഖ്യം തന്നു. അതിൽ വിശ്വസിപ്പാൻ നമുക്ക് ഭാഗ്യം തന്നു. നാം ഇപ്പോൾ ദൈവമക്കളാണ്. ഹല്ലേലൂയ. സബ്സ്റ്റിറ്റ്യൂഷൻ. അടുത്തത് വാക്ക് റെക്കൺസിലിയേഷൻ. റെക്കൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ അനുരഞ്ജിപ്പിക്കുക, നിരപ്പിക്കുക. എക്സാക്ട്ലി, നിരപ്പിക്കുക. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിരപ്പിൻ്റെ ശുശ്രൂഷയാണ്. അപ്പം നമ്മൾ ഒരു ദൈവ പൈതലിനെ, ഒരു വ്യക്തിയെ ക്രിസ്തുവിങ്കിലേക്ക് തിരിക്കുമ്പോൾ വി ആർ ഡൂയിങ് ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ. ചെറിയ കാര്യമല്ല. നിത്യനരകത്തിലേക്ക് പോയ ഒരുത്തനെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരാൻ ഒരു മുഖാന്തരമായി, നമ്മളല്ല രക്ഷിക്കപ്പെടുത്തുന്നത്, പക്ഷെ ഒരു മുഖാന്തരമായി അവനെ ക്രിസ്തുവിലേക്ക് തിരിച്ചപ്പോൾ പൗലോസ് പറയുക, വി ആർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് റെക്കൺസിലിയേഷൻ. ദൈവത്തോട് നിരപ്പിക്കുന്നവരാ മനുഷ്യരെ ഞങ്ങൾ. എന്താണ് റെക്കൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ? രണ്ട് പാർട്ടികൾ തമ്മിൽ
എതിർത്തിരിക്കുക, കണ്ടുകൂടാ. അപ്പോൾ മൂന്നാമതൊരാൾ വന്നിട്ട് ഇവരെ രണ്ടുപേരും യോജിപ്പിച്ചു. That's what Christ did. ദൈവവും ഞാനും തമ്മിൽ അസമാധാനത്തിലായിരുന്നു. എനിക്ക് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ കഴിയുന്നില്ല. കാരണം ദൈവം പരിശുദ്ധനാ, ഞാൻ പാപിയാ. എൻ്റെ പാപത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷേ ക്രിസ്തു മുഖാന്തരം എനിക്കിപ്പോൾ ദൈവവുമായിട്ട് എന്തോ ഉണ്ട്? സമാധാനമുണ്ട്. റോമർ 5:1 അതാ പറയുന്നേ. വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് ഇപ്പോൾ നമുക്ക് സമാധാനമുണ്ട്. ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. ആ വാക്യം ഒന്ന് ഞാൻ വായിക്കാം. അതിൻ്റെ തുടർന്നും ചില വാക്യങ്ങൾ വായിക്കേണ്ടതുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. രണ്ട് പാർട്ടികൾ, ഞാനും ദൈവവും. ഞാൻ പാവി, കർത്താവ് ദൈവം പരിശുദ്ധൻ. പക്ഷെ ക്രിസ്തു മൂലം എനിക്കിപ്പോൾ ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട്, സമാധാനമുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. 9, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവൻ്റെ കോപത്തിൽ നിന്ന് എത്ര അധികമായി രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. നിരന്ന ശേഷമോ നാം അവൻ്റെ ജീവനാൽ എത്ര അധികം രക്ഷിക്കപ്പെടും. എത്ര ഷ്യൂറിറ്റിയാണ് ഒരു ദൈവവേദന എന്നറിയാം. അവൻ നമ്മെ തൻ്റെ പുത്രനിലൂടെ തന്നിലേക്ക് അടുപ്പിച്ചു. ഇത് ആരുടെ പ്രവൃത്തിയാ? ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലേ? അതുകൊണ്ടാണ് ഒരു ഭക്തൻ പറഞ്ഞത്, ചിന്തിച്ച് കേൾക്കണേ, അല്ല കേട്ടിട്ട് ചിന്തിക്കണം. God saves us by himself. മനസ്സിലായല്ലോ? ദൈവം തന്നെത്താൻ നമ്മെ രക്ഷിച്ചു, വേറെ ഒരു മുഖാന്തരവുമില്ല. God saved us for himself. ദൈവത്തിന് വേണ്ടിയാണ് നമ്മെ രക്ഷിച്ചത്, അല്ലേ? വില കൊടുത്ത് തന്നിലേക്ക് താൻ റെക്കൺസൈൽ ചെയ്തു, തനിക്ക് വേണ്ടിയാണ് വാങ്ങിയത്. ഇനി അടുത്തത്, God saved us from himself. അവനിൽ നിന്ന് തന്നെ നമ്മെ രക്ഷിച്ചു. കാരണം ബിക്കോസ് ഓഫ് ഹിസ് റാത്ത്, ഹീസ് ഹോളി. ആ റാത്തിനടിയിലാണ് നമ്മളെങ്കിൽ നാം എവിടെ ചെല്ലും? ഇറ്റേണൽ ഹെല്ലിൽ ചെന്നു. അപ്പോൾ ദൈവം തന്നെ നമ്മെ രക്ഷിച്ചത് എവിടെ നിന്നാ? തന്നിൽ നിന്ന് തന്നെ നമ്മെ രക്ഷിച്ചു. അപ്പോൾ താൻ തന്നെ രക്ഷിച്ചു, തനിക്ക് വേണ്ടി രക്ഷിച്ചു, തന്നിൽ നിന്ന് രക്ഷിച്ചു. ഹല്ലേലൂയ! എങ്ങനെ? തൻ്റെ പുത്രനിലൂടെ, തൻ്റെ പുത്രനിലൂടെ. സോ വി ആർ നൗ റെക്കൺസൈൽഡ് വിത്ത് ദിസ് ഹോളി ഗോഡ്. നാം ഇപ്പോൾ ദൈവവുമായിട്ട് അനുരഞ്ജനത്തിലാണ്. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമുക്ക് പ്രാർത്ഥിപ്പാൻ, പിതാവേ എന്ന് വിളിപ്പാൻ, കൃപാസനത്തിലേക്ക് അടുത്തു വരാൻ, അല്ലേ? കൃപ പ്രാപിപ്പാൻ, കരുണ പ്രാപിപ്പാൻ ഏതു സമയത്തും, പ്രത്യേക സമയമൊന്നുമില്ല, ഏത് സമയത്തും അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാൻ, ഒരു മനുഷ്യ മധ്യസ്ഥരും കൂടാതെ ഏത് സമയത്തും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയത് പുത്രനിലൂടെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പുത്രൻ്റെ രക്തത്തിൽ മറഞ്ഞാണ് പരിശുദ്ധനായ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുന്നത്. നാം നമ്മുടെ ക്രെഡിറ്റിലല്ല ചെല്ലുന്നത്, യേശുവിൻ്റെ നാമത്തിലാണ് ചെല്ലുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് നാം ചെല്ലുന്നത്. എഫീഷ്യൻസ് ചാപ്റ്റർ 2:16 പറഞ്ഞത്, ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ. ഇരുപക്ഷം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? മനുഷ്യനും ദൈവം. സോ റെക്കൺസിലേഷൻ എന്ന് പറഞ്ഞാൽ ബ്രിങ്ങിങ് ടുഗദർ ത്രൂ എ തേർഡ് പാർട്ടി, ടു ഒപ്പോസിങ് പാർട്ടീസ്. അടുത്തത് പ്രൊപ്പീഷിയേഷൻ. നിമ്യാൻറ്റി പറഞ്ഞ ഒരു പദപ്രയോഗമാണ് പ്രൊപ്പീഷിയേഷൻ. അതിന് ആ വാക്കിൻ്റെ അർത്ഥം ദൈവകോപത്തിൻ്റെ ശമനമെന്നാണ്. ദൈവകോപത്തിൻ്റെ, അതായത് അപ്പീസിങ് ഗോഡ്, ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഇത് ഈ മതങ്ങളിലുണ്ട്. ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പല പരിപാടി. ഡെഫിനിഷൻ മീൻസ് അപ്പീസിങ് ഗോഡ്, അപ്പീസിങ്, പ്ലീസിങ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ അനുനയിപ്പിക്കുക, ദൈവത്തിന് പ്രായശ്ചിത്തം കൊടുക്കുക. ബിക്കോസ് ഗോഡ് ഈസ് അഗൻസ്റ്റ് മാൻ, അല്ലേ? പാപിയായ മനുഷ്യനെതിരാണ് ദൈവം. അപ്പം അങ്ങനെ നിൽക്കുന്ന ആ ദൈവസന്നിധിയിൽ മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവത്തിന് എന്താ? പഴയ നിയമത്തിൽ പറയുന്ന കാറപുരയുടെ തുണിയാണ്, ദൈവത്തിന് പ്രസാദമാകത്തില്ല. ബിക്കോസ് ദൈവം അത്രയ്ക്കും ഹോളിയാണ്, ദൈവം അത്രയ്ക്കും പരിശുദ്ധനാണ്. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുന്നത്? മതങ്ങൾ അതിന് കണ്ടുപിടിച്ച മാർഗങ്ങളുണ്ട്. എന്താ? വഴിപാടർപ്പിക്കുക, യാഗങ്ങൾ അർപ്പിക്കുക, നേർച്ചകൾ, കാഴ്ചകൾ, പിന്നെ ഇത്ര ചെയ്തേക്കാം,
ഇത്ര കൊടുത്തേക്കാം, ഇത്ര ആൾക്ക് അന്നദാനം കൊടുത്തേക്കാം. എന്തിനാ? കൂടുതൽ കാശുണ്ടായിട്ടുണ്ട്. ചിലർ കടം മേടിച്ചൊക്കെ ചെയ്യുന്നുള്ളൂ. എന്തിനറിയോ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുക. Their intention is right, but their way is wrong. മാത്രമല്ല, അവർ വിളിച്ചോന്നുന്ന ദൈവവും തെറ്റാണ്. സത്യദൈവത്തിൻ്റെ അടുത്തല്ലല്ലോ ഇത് ചെയ്യുന്നത്. സോ വേരിയസ് ഗിഫ്റ്റ്സ് അല്ലെങ്കിൽ സാക്രിഫൈസസ് അതിന്ന് റിലീജിയൻ ചെയ്യുന്നതാ. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. അത് ഒരു ഡ്രൈവറാണ്. അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. അദ്ദേഹം ഒരു ഈ സഹകരണ സംഘം ബാങ്കിൻ്റെ ഡ്രൈവർ. അപ്പോൾ എന്ത് കാര്യം വന്നാലും അദ്ദേഹം വിളിച്ച് പറഞ്ഞ് ചെയ്തു തരും, എങ്ങനെയെങ്കിലും ചെയ്തു തരും. അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. ഈ വളഞ്ഞ വഴിയിലൂടെയല്ല, നേരെയുള്ള വഴി തന്നെ ചെയ്തു തരും. അദ്ദേഹം ഒരു ഹിന്ദുവാണ്. പ്രദീപ് എന്നാണ് പേര്. എല്ലാ മാസവും അദ്ദേഹം ശബരിമല പോകും. എല്ലാ മാസവും പോകും. പ്രാർത്ഥിക്കാനൊക്കെ പുള്ളി ചോദിക്കാറുണ്ട്. കാരണം അപ്പന് ക്യാൻസർ, അമ്മയ്ക്കും പ്രശ്നം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ആവശ്യം. എൻ്റെ പിതാവ് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ഞാനും ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ മാസവും പോകും. അതറിയാം. പോകുന്നത് എങ്ങനെ അറിയാമോ? കറുപ്പും എടുത്തുള്ളൂ. കാലിൽ ആ സമയങ്ങളിൽ ചെരുപ്പെടുത്തില്ല. ദീക്ഷയെല്ലാം വളർത്തും. ആശാൻ എവിടെ പോവാ? മലയ്ക്ക് പോവാ. എത്ര ഭക്തിയാണെന്നറിയാമോ? എത്ര ഭക്തിയാണെന്നറിയാമോ? ദൈവത്തെ എന്ത് ചെയ്യാണ്? പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുക പ്രവൃത്തിയിലൂടെ. ഇങ്ങനെ പ്രസാദിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ വിവിധ ഡിനോമിനേഷനുകൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇത്ര ചെയ്തേക്കാം, ഇത്ര എണ്ണ ഒഴിച്ചേക്കാം, ഇത്ര ഉരുണ്ടേക്കാം, ഇത്ര കൊടുത്തേക്കാം, ഇത്ര തുലാഭാരം ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവരുടെ ഇൻറ്റൻഷൻ എന്താ? ദൈവത്തെ പ്രസാദിപ്പിക്കുക. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവപ്രസാദം എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ അത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, ദൈവം തന്നെയാണ് പ്രവൃത്തി ചെയ്ത്. കാരണം ദൈവം ചെയ്ത പ്രവൃത്തി മാത്രമേ ദൈവത്തിന് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. മനുഷ്യൻ രക്ഷയോടുള്ള ബന്ധത്തിലുള്ള കാര്യം നമ്മൾ സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി മാത്രമാണ് ദൈവത്തിന് സാറ്റിസ്ഫാക്ഷൻ. ബിക്കോസ് ദൈവം മാത്രമാണ് പൂർണ്ണൻ. മനുഷ്യൻ്റെ പ്രവൃത്തികളെല്ലാം അപൂർണമാണ്. ഒരു കുഷ്ഠരോഗി ലഡു കൊണ്ട് തന്നാൽ മേടിക്കൂ. ഇതുപോലാണ് ദൈവസന്നിധിയിൽ കാഴ്ചയും കൊണ്ട് തരുന്ന പാവിയായിരിക്കുന്ന മനുഷ്യൻ പ്രസാദപ്പെടത്തില്ല. എന്ത് ചെയ്തു ദൈവം? എബ്രായ ലേഖനം 2:17, ഹീബ്രൂസ് ചാപ്റ്റർ 2:17. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്താൻ എന്ത് ചെയ്തു? ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഫിലിപ്പിലേൻ 2-ാം അധ്യായം നിങ്ങൾ വായിച്ചു. ഫിലിപ്പിയൻസ് 2, റോമൻസ് ചാപ്റ്റർ 8:3 ഒന്ന് വായിച്ചു നോക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് സാധിക്കാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ സാദൃശ്യത്തിൽ അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പ്രൊപ്പീഷിയേഷൻ മീൻസ് അപ്പീസിങ് ദ റാത്ത് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ശമനം. ഹല്ലേലൂയ. So the man is totally incapable of satisfying God's justice. ഒരു കാര്യം മനുഷ്യന് ചെയ്യാം, ഇറ്റേണലി ഹെല്ലിൽ പോയി കിടക്കാം. കാരണം അതാണ് അവന് വിധിച്ചിരിക്കുന്നത്. ഇതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യൻ്റെ പ്രവൃത്തികളെല്ലാം കരപരണ തുണി പോലെയാണ്. സോ ഈ പ്രൊപ്പീഷിയേഷൻ എന്നുള്ള വാക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ മരണത്തിലൂടെ എന്ത് അക്കംപ്ലിഷ് ചെയ്തെന്ന്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നത്. ഓരോ വാക്ക് നോക്കിക്കേ. അവൻ്റെ കൃപയാൽ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത ദാനമാണല്ലോ കൃപ. അവൻ്റെ കൃപയാൽ ക്രിസ്തേശു മുഖാന്തരമുള്ള വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് വാങ്ങുക. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് വാങ്ങുക. എന്താ വില ആയിട്ട് മുറക്കിയത്? അവിടുത്തെ രക്തം വില കൊടുത്ത് വാങ്ങി. വീണ്ടെടുപ്പ് മൂലം പിന്നെ എത്ര പൈസ കൊടുത്താ നീതീകരിക്കപ്പെട്ടത്?
സൗജന്യമായത്രേ നീതീകരിക്കപ്പെട്ടത്. ഇനിയും അടുത്തത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത്. പൗലോസ് എന്താ ഇവിടെ എഴുതി വച്ചിരിക്കുന്നേ? ഒരു മനുഷ്യനും പ്രവൃത്തി കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവം താൻ തന്നെ അതിനുള്ള പരിഹാരം ഒരുക്കിയത് തൻ്റെ പുത്രനെ എന്ത് ചെയ്തു? ഈ ഭൂമിയിലേക്ക് അയച്ചു. അത് മാത്രമേ ദൈവത്തിന് സ്വീകാരമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആർക്കെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കാമെങ്കിൽ ആർക്ക് മാത്രമേ പ്രവേശിക്കാൻ പറ്റുള്ളൂ? കർത്താവിന് മാത്രമേ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ട നമ്മെ ആരെ പോലെ ആക്കണം? കർത്താവിനെ പോലെ ആക്കണം. അതിനുവേണ്ടി നമ്മളെ പ്രീ ഡെസ്റ്റിൻ ചെയ്തേക്കുന്നത്. വേറെ ഒരു ഉദ്ദേശവും ഇവിടെ നമ്മളെ ഇരുത്തിക്കൊണ്ടില്ല. ഇവ ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നമ്മെക്കുറിച്ചുള്ള ലക്ഷ്യം ഒന്നാണ്. അത് എന്നെയും നിങ്ങളെയും കർത്താവിനെ പോലെ ആക്കണമെന്നുള്ളത്. അത്രേ ഉള്ളൂ. മറ്റ് ഇപ്പം നമ്മൾ സുവിശേഷം പറയണ്ട, സുവിശേഷം പറയണം. പക്ഷെ അത് നമ്മൾ പറയുന്നത് എന്തിനാ? കർത്താവിനോടുള്ള സ്നേഹത്തിലും ആത്മാക്കളോടുള്ള ഭാരത്തിലുമല്ലേ. പക്ഷെ നമ്മളെക്കുറിച്ചുള്ള ലക്ഷ്യം എന്താ? ഞാനിന്ന് കർത്താവിനെ പോലെ പൂർണ്ണമായി ആകേണ്ടി പിന്നെ ഞാനിവിടെ നിൽക്കത്തില്ല. ഞാനിവിടെ കാണാനുള്ള കാര്യം, എനിക്ക് ഇപ്പോഴും കർത്താവിനെ പോലെ ആകാത്ത ചില കാര്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറക്കരുത്. നമ്മളെ പ്രീ ഡെസ്റ്റിൻ ചെയ്തിരിക്കുന്ന അതിനു വേണ്ടിയാണ്, മുൻ നിർണയിച്ചിരിക്കുന്ന ഇതിനു വേണ്ടിയാണ്. എന്താ? തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തിൽ അനുഭവപ്പെടാൻ. കാരണം ആർക്കെങ്കിലും സ്വർഗത്തിൽ പ്രവേശനമുണ്ടെങ്കിൽ അത് കർത്താവിന് മാത്രമേ ഉള്ളൂ. സ്തോത്രം, 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 സ്തോത്രം. പ്രൊപ്പീഷിയേഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. അത് കൂടുതൽ ഞാൻ വിവരിക്കേണ്ടതായിരുന്നു, അതിനുള്ള സമയമില്ല. 5 കാര്യങ്ങളെ ആയുള്ളൂ. 18 വാക്കുകളുണ്ട്. അതോടെ പറഞ്ഞു നിർത്താം. പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ വിശദമായിക്കോളാം. സോ പ്രൊപ്പീഷിയേഷൻ. 6ാമത് എക്സ്പിയേഷൻ എന്ന് പറയും. പാപവിമുക്തനാക്കുക എന്നാണ് അർത്ഥം. ജീസസ് സാക്രിഫൈസ് ക്ലെൻസസ് അസ് ഫ്രം ദ സിൻസ് പൊല്യൂഷൻ ആൻഡ് റിമൂവ്സ് ദ ഗിൽറ്റ് ഓഫ് സിൻ ഫ്രം അസ്. ഗിൽറ്റ് തന്നെ മാറിക്കളയും, അല്ലേ? സിന്നിൻ്റെ ഗിൽറ്റ് തന്നെ നമ്മുടെ ഇന്ന് മാറ്റത്തക്ക രീതിയിലാണ് കർത്താവിൻ്റെ മരണത്തിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത്. പാപവിമുക്തനാക്കുക. മത്തായി സുവിശേഷം 26:28 വായിച്ചു നോക്കിക്കോട്ടെ. 26:28. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. So his sacrifice cleanses us from the pollution of sin and removes the guilt of sin from us. ഇനി 7ാമത്തെ കാര്യം, റെമിഷൻ എന്നുള്ള വാക്ക്, ക്ഷമ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും forgiveness. അതിൻ്റെ അർത്ഥം പുട്ടിങ് അവേ, എടുത്തു മാറ്റുക. കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞറിയോ? ഇതാ ചുമക്കുന്ന, ലോകത്തിൻ്റെ പാവങ്ങളെ ചുമക്കുന്ന, എടുത്തു മാറ്റുന്ന. റെമിഷൻ എന്നുള്ള വാക്കിന് സിനോണിമസ് ആയിട്ടുള്ള വാക്കാണ് forgiveness. ക്യാരിയിങ് അവേ അവർ സിൻസ്. ക്യാരിയിങ് അവേ അവർ സിൻസ്. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, അതിക്രമങ്ങളാൽ നിങ്ങളുടെ ജഡത്തിൻ്റെ അക്രമണത്താലും പരിവിച്ചരായ നിങ്ങളെ അവൻ അവനോടുകൂടി ജീവിപ്പിച്ചു. അതിക്രമമൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായി കൈയെഴുത്തും അയച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഓക്കെ, ഇനി അടുത്തൊരു പദം, റീജനറേഷൻ. അത് നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്ന പദമാണ് റീജനറേഷൻ എന്ന് പറഞ്ഞാൽ. നിക്കോദിമസിനോട് കർത്താവ് പറഞ്ഞു വീണ്ടും ജനനം. അതെന്താണെന്നറിയാമോ? ഇറ്റ്സ് എ സൂപ്പർ നാച്ചുറൽ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ എ സിന്നേഴ്സ് ഹാർട്ട്, wherewith the dead heart is revived to respond to the gospel call. അതായത് ആത്മാവിൽ മരിച്ചവരാണ് എല്ലാ പാപികളും. ഈ
വചനം കേൾക്കുമ്പോൾ അവർ അതിനോട് പ്രതികരിക്കണമെങ്കിൽ ഉയരത്തിൽ നിന്നുള്ളൊരു റീജനറേഷൻ, മെഡിക്കലി പറഞ്ഞ റെസസിറ്റേഷൻ, അതെന്താണ്? ഒരു ഷോക്ക് കൊടുത്ത് റിവൈവ് ചെയ്യുക. കാരണം ആത്മാവിൽ മരിച്ചവൻ. എഫെസ്യർ 2:1, കൊലോസ്യർ 7 പറഞ്ഞിരിക്കുന്നത് പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ ആത്മാവിൽ മരിച്ച അവസ്ഥയിലാണ്. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ ആ വചനത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. അതും ഉയരത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി, അതായത് പരിശുദ്ധാത്മാവും കൂടെ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ നീ സ്വർഗരാജ്യം കാണത്തില്ല എന്ന് കർത്താവ് പറയുന്നത്. വെള്ളം അവിടെ വചനമാണ് ഉദ്ദേശിക്കുന്നത്. ആത്മാവ് പരിശുദ്ധാത്മാവ്, ഈ വചന കേൾവിയും പരിശുദ്ധാത്മാവും കൂടെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവനെ റെസ്പോണ്ട് ചെയ്യാൻ തക്കോണം, പറഞ്ഞ വചനത്തോട് റെസ്പോണ്ട് ചെയ്യാൻ തക്കോണം അവൻ പ്രാപ്തനായി മാറും. അപ്പോസ്തലപ്രവൃത്തി 16 ലുദിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അതാണ്. ഹൃദയം തുറന്നു എന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസ് പറഞ്ഞതിനോട് പ്രതികരിക്കാൻ തക്കവണ്ണം തിരിച്ചെന്ന് എഴുതി. സ്പിരിറ്റ് ഈസ് ഡെഡ് ടുവേർഡ്സ് ഗോഡ്. ദൈവസംബന്ധിയായ വിഷയങ്ങളിൽ മരിച്ചിരിക്കും. Yeah, he is dead towards God because the Bible says so, right? Ephesians chapter 2 verse 1. ഒന്ന് വായിക്കാം. അതിക്രമങ്ങളും പാപങ്ങളും നമ്മൾ മരിച്ചവരാണ്. We were dead in our sins and trespasses. Dead means at the same time we are living, right? നമുക്കിപ്പോഴും ജീവനുണ്ട്. പക്ഷേ അപ്പോൾ എന്ത് ഡെത്തിനെ പറ്റിയാണ് പറഞ്ഞത്? സ്പിരിറ്റ് ഈസ് ഡെഡ്. സ്പിരിറ്റ് മാൻ ഈസ് ഡെഡ് ടുവേർഡ്സ് ഗോഡ്. ദൈവസംബന്ധിയായ വിഷയങ്ങളിൽ അവൻ മരിച്ചിരിക്കുക, പ്രതികരിക്കാൻ കഴിയില്ല. Spirit is there, of course. ഏത് സ്പിരിറ്റ്? The dead spirit means the spirit of man. The fellowship with God is impossible because he is still in his sin. ദൈവമായിട്ടുള്ള കൂട്ടായ്മ അവൻ ഇമ്പോസിബിൾ ആണ്. കാരണം എന്താ? അവൻ തൻ്റെ പാപത്തിൽ തന്നെയാണ്. That's not what the Bible says. അല്ലേ? Bible says dead എന്ന് തന്നെ. His spirit is dead. That means the spirit has to be revived. ദൈവസമ്മതി. കാരണം അവൻ ജീവനുള്ള മനുഷ്യനാണ്. അവന് തീരുമാനമെടുക്കാം. അവന് എല്ലാ കാര്യങ്ങളിലും അവന് ആക്റ്റീവായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം പറയുമ്പോൾ എന്താ? പിന്നെ കേൾക്കാമെന്ന് പറയും, പ്രതികരിക്കത്തില്ല. നല്ല ക്വസ്റ്റ്യനാണ് അത്. കാരണം അതൊരു കോമൺ ക്വസ്റ്റ്യനാണ്. ഓക്കെ, റീജനറേഷൻ. So it's a supernatural work of the Holy Spirit in a sinner's heart where which the dead is revived to respond to the gospel call. നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം 3 അധ്യായത്തിൽ നിക്കോദീമോസിൻ്റെ അനുഭവം അറിയാം. 1 John chapter 5 verse 1. 1 John chapter 5 verse 1. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഉയരത്തിൽ നിന്നുള്ള ജനനത്തിൻ്റെ കാര്യമായി പറയുന്നത്. John chapter 1 verse 12 and 13. അവനെ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടല്ല, അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇനി അടുത്ത 13 ഇമ്പോർട്ടൻ്റ്. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്തല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. അപ്പോൾ ഉയരത്തിൽ നിന്നുള്ളൊരു ജനനം. ഇതാ ഞാൻ പറഞ്ഞത്. ഈ കാര്യം നമുക്കറിയാമായിരുന്നു. ഉയരത്തിൽ നമ്മൾ ജനിച്ചു രക്ഷപ്പെട്ട സമയത്ത് ഉയരത്തിൽ നിന്ന് ജനനം നമ്മുടെ ഉള്ളിൽ നടന്നെന്നറിയാമോ? ഇല്ല. ഇതൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് നടക്കുന്ന കാര്യമാണ്. ആ കേട്ട വചനത്തിനോട് പ്രതികരിക്കാൻ കഴിഞ്ഞതൊരു ഭാഗ്യമാണ് കേട്ടോ. പക്ഷെ അത് ഉയരത്തിൽ നിന്നുള്ള ജനനം കാരണമാണ്. ആ റീജനറേഷൻ ഇറ്റ് ഹാപ്പൻ സൂപ്പർ നാച്ചുറലി. ഞാൻ ഇന്നൊരു കൺവെൻഷന് പോവുകയാണ്, അവിടെ ചെല്ലുമ്പോൾ ഞാൻ പുനർജനിക്കാൻ പോകുക എന്ന് പറഞ്ഞാണ് പോയത്. അല്ല, അബദ്ധത്തിൽ, അല്ലെ ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞത് കേട്ട് പോയതാണ്. എന്നെ സംബന്ധിച്ചോട്ട് VBS പോയി ഇരുന്നതാണ്. അവിടെ ആകപ്പാടെയുള്ള ഉച്ചയ്ക്ക് ഊണ് കിട്ടും, വൈകിട്ട് കാപ്പി കിട്ടും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കണ്ടിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു സമർപ്പണം അന്നുണ്ടായി. പിന്നീടാണ് രക്ഷാനുഭവത്തിൻ്റെ യഥാർത്ഥ ഇതിലേക്ക് വന്നതെങ്കിലും പക്ഷെ ആ ഒരു തിരിവന്നുണ്ടായി. റീജനറേഷൻ. അടുത്തത് റിഡംഷൻ. അത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചത് പർച്ചേസ് വേഴ്സസ് റിഡംഷൻ എന്നുള്ള ഒരു പഠനം തന്നെ നമ്മൾ നടത്തി. റിഡംഷൻ എന്ന് പറഞ്ഞത് എന്താ അതിൻ്റെ അർത്ഥം? വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൊടുത്ത് വാങ്ങുക. വില കൊടുത്ത് വാങ്ങുക. എബ്രായ ലേഖനം 9:12, ഗലാത്യ ലേഖനം 3:13. ഇതൊന്നും വിവരിക്കുന്നില്ല. 10ാമത്തെ വാക്ക് 5 മിനിറ്റേ ഉള്ളൂ. ഇംപ്യൂട്ടേഷൻ.
ഇമ്പ്യൂട്ടേഷൻ. ഇമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്കിടുക എന്ന് പറഞ്ഞാൽ ഗോഡ് ആഡിങ് ദ റൈച്ചസ്നെസ് ഓഫ് ക്രൈസ്റ്റ് ടു എ ബിലീവർ, ബിലീവിങ് സിന്നർ. അതായത് ക്രിസ്തുവിൻ്റെ നീതി എനിക്ക് കണക്കിട്ടു. അങ്ങനെയാണ് ഞാൻ ദൈവത്തിന് നീതീകരിക്കപ്പെട്ടവനായി നിൽക്കുന്നത്. എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ നീതി എനിക്ക് കണക്കിട്ടു. കാരണം എനിക്ക് കണക്കിട്ട വേറൊരു കാര്യമുണ്ട്, പാപം. ഏത് പാപം? ഞാൻ ആദമിലായിരുന്നു, അപ്പോൾ ആദമിൻ്റെ പാപം എനിക്കും കണക്കിട്ടു. അങ്ങനെയാണ് ഞാൻ പാപിയായത്. പ്രവൃത്തി മാത്രമല്ല, പ്രകൃതമായത്, എന്നിൽ ഇൻഹിറൻ്റ് ആയിട്ട് ലഭിച്ച ഇമ്പ്യൂട്ടഡ് ആയിട്ടുള്ള സിന്നുണ്ട്. അതാണ് റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19 എന്ന് വായിക്കും. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പോൾ ഒരുവൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ ജനിക്കുന്നവൻ എങ്ങനെയാണ് വരുന്നത്? പാപിയായിട്ടാണ് ജനിക്കുന്നത്. സോ ഇമ്പ്യൂട്ടേഷൻ ഓഫ് സിൻ അന്ന് നടന്നു. പക്ഷേ ഇപ്പോൾ കർത്താവിൻ്റെ മരണശേഷം ഇമ്പ്യൂട്ടേഷൻ ഓഫ് റൈച്ചസ്നെസ് നടന്നു. അപ്പോൾ ഇമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഗോഡ് ആഡിങ് ദ റൈച്ചസ്നെസ് ഓഫ് ക്രൈസ്റ്റ് ടു എ ബിലീവിങ് സിന്നർ. അപ്പോൾ ഇമ്പ്യൂട്ടേഷൻ ഓഫ് റൈച്ചസ്നെസ് എന്നുള്ളതിന് ചില വാക്യങ്ങൾ വരാം. റോമാലേഖനം 4:24-25, റോമൻസ് ചാപ്റ്റർ 4 വേഴ്സ് 24-25, ഫിലിപ്പിൻസ് ചാപ്റ്റർ 3 വേഴ്സ് 7, റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19. ഇനി അടുത്തത് 11ാമത്തെ വാക്ക് അഡോപ്ഷൻ. നമ്മൾ കേട്ടിട്ടുണ്ട് അഡോപ്ഷൻ. നമ്മെ ദത്തെടുത്തു, ദൈവഭവനത്തിലേക്ക് നമ്മെ ദത്തെടുത്തു. റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാട്ടൊലിവായെ ഓടിച്ചിട്ട് കാട്ടൊലിവായ നമ്മെ ഒട്ടിച്ചു ചേർത്തു. അഡോപ്ഷൻ. എഫീഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 5 പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 4:4-5 വാക്യങ്ങൾ പറയുന്നുണ്ട്. റോമാലേഖനം 8:15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 15-23. അഡോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിലീവിങ് സിന്നർ എൻജോയ്സ് ഓൾ ദ പ്രിവിലേജസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് adult sonhood. We have been adopted into the household of the holy God. Galatians chapter 4 verse 4 and 5. അടുത്തത് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീതി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവസന്നിധിയിൽ കുറ്റമറ്റവനായി നിൽക്കാൻ കഴിയുന്ന അവസ്ഥയ്ക്ക്. അങ്ങനെ ആർക്കും നിൽക്കാൻ കഴിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു ദൈവം? പുത്രൻ്റെ നീതി നമുക്ക് കണക്കിട്ടു. ആ നീതിയിൽ ഞാൻ വിശ്വാസം അർപ്പിച്ചപ്പോൾ He declared me not guilty. ഞാൻ തെറ്റേ ചെയ്തിട്ടില്ല. അത് വിശ്വസിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. ആ ഡിക്ലറേഷൻ ഒന്നും ഞാൻ കേട്ടില്ല, പക്ഷേ I know He declared me not guilty. കുറ്റം ചെയ്തിട്ടേ ഇല്ല. റോമൻസ് 5:1, റോമൻസ് 8:13, ഡിക്ലെയറിങ് മീ നോട്ട് ഗിൽറ്റി. അടുത്തത് സാങ്ക്ടിഫിക്കേഷൻ. അത് നമ്മളിപ്പോൾ നടക്കുന്ന യാത്രയാണ് സാങ്ക്ടിഫിക്കേഷൻ. എന്താണ് സാങ്ക്ടിഫിക്കേഷൻ? I have been set apart for Him. അവന് വേണ്ടി എന്നെ വേർതിരിച്ചു. പക്ഷേ സാങ്ക്ടിഫിക്കേഷൻ മറ്റൊരു അർത്ഥമുണ്ട്. അതായത് ഏത് വിളിക്കായി എന്നെ ദൈവം വിളിച്ചോ ആ വിളിയിലേക്കുള്ള എൻ്റെ യാത്രയാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ, അതായത് ദൈവപുത്രനായ യേശു കർത്താവിൻ്റെ സ്വരൂപത്തോടെ അനുരൂപപ്പെടുത്തുന്ന ആ പ്രക്രിയയാണ്. ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് I am daily being transformed to the image of Christ. John 17:17. സത്യത്താൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുക മഹാപുരോഹിത പ്രാർത്ഥനയിൽ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമല്ലോ. Sanctify them with the truth, your word is truth. Ephesians chapter 5 verse 26. 1 Thessalonians 4:3 and 5:23. ഇതാണ് സാങ്ക്ടിഫിക്കേഷനുള്ള വാക്യങ്ങൾ. അടുത്തത് ഗ്ലോറിഫിക്കേഷൻ. നമുക്കറിയാം, നമ്മൾ നോക്കി പാർക്കുന്നത് ഇതിനു വേണ്ടിയാണ്, അല്ലേ? തേജസ്കരണം, ഗ്ലോറിഫിക്കേഷൻ, ദ അൾട്ടിമേറ്റ്, ഇറ്റേണൽ ആൻഡ് ആബ്സല്യൂട്ട് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ പെർഫെക്ഷൻ ഓഫ് ഓൾ ബിലീവേഴ്സ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പെർഫെക്ഷൻ, ഒരു പൂർണ്ണതയിലേക്ക് നാം വരും. അതാണ് നാം നോക്കിയിരിക്കുന്നത്, ഗ്ലോറിഫിക്കേഷൻ. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 18, 23, 30. 1 Peter chapter 5 verse 1. ഞാൻ പറഞ്ഞല്ലോ ഓർഡറിലല്ല. ഒരു വാക്ക് ഇലക്ഷൻ എന്നുള്ള വാക്കുണ്ട്. ഇലക്ഷൻ, നമ്മെ ദൈവം എന്ത് ചെയ്തു? തിരഞ്ഞെടുത്ത്, എലക്ട് ചെയ്ത്. ബീയിങ് ചോസൺ ബൈ ഗോഡ് അപ്പാർട്ട് ബൈ അവർ വർക്ക്സ് ആൻഡ് ഓർ എനി ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസസ് ആൻഡ് ഓൺലി ബൈ ഹിസ് ഗ്രേസ്. ഇലക്ഷൻ്റെ വാക്യങ്ങൾ എഫിഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 4,
1 Peter chapter 2 verse 9. 2 Thessalonians chapter 2 verse 13. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഇനി അടുത്തത് മുന്നറിവ്, ഫോർ നോളജ്. ശ്രദ്ധിക്കണം. ദാറ്റ് ആട്രിബ്യൂട്ട് ഓഫ് ഗാഡ് വിച്ച് പ്രൊവൈഡ്സ് ഹിം ഇൻ അഡ്വാൻസ് വിത്ത് ഓൾ ഫാക്ട്സ് കൺസേണിങ് ദ എലക്ട്. താൻ തിരഞ്ഞെടുക്കാൻ പോകുന്നവരെ പറ്റിയുള്ള തൻ്റെ അറിവ്, ഫോർ നോളജ്. അവന് ക്രിസ്തുവിൽ എന്നെ അറിയാമായിരുന്നു. ഓ, കർത്താവിന് അനാദിയിൽ ക്രിസ്തുവിൽ ലിജിയെ അറിയാമായിരുന്നു. നമ്മെ ഓരോരുത്തരെ അറിയാമായിരുന്നു. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവേദനയെ അറിയാം. വി വെയർ ഇൻ ഹിസ് നോളജ്. ആമേൻ. ഫോർ നോളജ്. അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 15:18, റോമർ 8:29, 1 Peter 1:2, കൊലോഷ്യൻസ് 3:12. 17 പ്രീ ഡെസ്റ്റിനേഷൻ, മുൻനിർണയം. നമ്മെ മുൻനിർണയിച്ചിരിക്കുന്നത് എന്തിനാ? അവൻ നീതീകരിച്ചവരെ അവൻ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതെ അതാണ്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാൻ മുൻ നിയമിച്ചിരിക്കുന്നു. Predestination means God's eternal plan whereby all believing sinners are destined to conform to the image of Christ. അതായത് നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഇതാണ്, നാം എല്ലാവരും കർത്താവിനെ പോലെ ആയി മാറും. Romans 8:29 and 30, Ephesians chapter 1:9-12. ഇനി ഒരു വാക്കുകളുണ്ട്, സപ്ലിക്കേഷൻ. ഇതിനിടയിൽ സിന്നർ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും ദൈവത്തോട്, അല്ലേ? നമ്മളെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ ഒരു വാക്യമുണ്ട്, ലൂക്കോസ് ചാപ്റ്റർ 18, സപ്ലിക്കേഷൻ. ചുങ്കക്കാരനോ ദൂരത്ത് നിന്ന് സ്വർഗത്തിലേക്ക് നോക്കി പോലും തുനിയാതെ മാറത്തടിച്ച്, പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞ അടുത്ത വാക്കാസതി, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിൽ പോയി. അല്ല, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന. തുനിയാതെ പാപിയായ എന്നോട് കരുണ ഉണ്ടാകണം, ഇതല്ലേ നമ്മൾ പ്രാർത്ഥിച്ചേ? അതോ നീതിമാനായ എന്നോട് കരുണ തോന്നണമെന്നാണോ പ്രാർത്ഥിച്ചേ? പാപിയായ എന്നോട് കരുണ തോന്നണമേ, സപ്ലിക്കേഷൻ. ദൈവം അത് കേട്ടു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിൽ പോയത്. ആമേൻ. സ്തോത്രം. റോമൻസ് 10:13 വായിച്ച് നമുക്ക് നിർത്താം. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടുമെന്നുള്ളൂ. ഇത് ദൈവിക റീജനറേഷൻ ഉള്ളിൽ നടന്ന ഒരുവൻ, അവൻ്റെ പാപബോധം വന്നിട്ട് വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ രക്ഷിക്കപ്പെടും. ചുങ്കക്കാരൻ്റെ എക്സാമ്പിളിലൂടെ അതാണ് നമ്മൾ കണ്ടത്. അവൻ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.